നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ ഇവിടെ കാണിക്കുന്നത് 2 പൂക്കളുടെ ചിത്രങ്ങളാണ്. ഈ ചിത്രത്തിൽ കാണുന്ന 2 പുഷ്പങ്ങളും നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും അല്ലെ? ഇതില് ഒരു പൂവിന്റെ പേര് നിത്യകല്യാണി എന്നും മറ്റൊന്ന് അതിന്റെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെയൊക്കെ വീട്ടില് സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന ചെമ്പരത്തി. ഇതിലെ ഒരു പുഷ്പത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഒരു പുഷ്പത്തെ കൊണ്ട് എങ്ങനെ നമ്മുടെ ആഗ്രഹം സഫലീകരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ആശകളെ നിറവേറ്റാം, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഈ 2 ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പുഷ്പം തിരഞ്ഞെടുക്കാവുന്നതാണ്. ആ ഒരു ചിത്രത്തിൽ കാണുന്ന പുഷ്പം അല്ലെങ്കിൽ അതിന്റെ ഒരു ചെടി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടന്ന നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റാം, അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു പുഷ്പം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിത്യകല്യാണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പൂവാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നിത്യകല്യാണി എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം ആരംഭിക്കാം. നിത്യകല്യാണി എന്ന പേരിനെ തിരിച്ചാൽ നമുക്ക് നിത്യമെന്നും കല്യാണമെന്നും 2 പദങ്ങൾ കിട്ടും. കല്യാണം എന്നാൽ മംഗളം എന്നാണ് അർത്ഥം. അതായത് ഈ ഒരു പൂവ് നിൽക്കുന്ന ആ ഒരു ഭവനത്തില് നിത്യവും മംഗളം നടക്കും എന്ന അർത്ഥത്തിലാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് കൈവന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഗ്രഹത്തില് എല്ലാ ദിവസവും മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുവാനും പോസിറ്റീവ് ഊർജം നിറയുവാനും ഈ ഒരു ചെടി വച്ചുപിടിപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഈ ഒരു ചെടി വളർത്തുമ്പോൾ എവിടെയാണ് വളർത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുൻവശത്ത്, നമ്മുടെ വീടിന്റെ ദർശനം ഏത് ദിശയിലേക്കാണോ ആ ഒരു ദിശയില് നമ്മുടെ വീടിന്റെ മുന്നിലായിട്ട് വേണം ഈ ഒരു ചെടി വളർത്തുവാൻ. ഇത്തരത്തില് നമ്മുടെ വീടിന്റെ മുൻഭാഗത്ത് നിത്യകല്യാണി എന്ന ചെടി വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ദുഷ്ടശക്തികൾ ഒരിക്കലും നമ്മുടെ ഗ്രഹത്തിലേക്ക് ആദേശം ചെയ്യില്ല. മാത്രവുമല്ല, നമ്മുടെ ഗ്രഹത്തിലേക്ക് മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം ഉണ്ടായാൽ ഈ ഒരു ചെടി അവരുടെ ആ ഒരു ദൃഷ്ടിദോഷത്തെ ഒഴിവാക്കാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ് വിശ്വാസം. ഇത്തരത്തില് നെഗറ്റീവ് എനർജിയെയും മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷത്തെയും ഒക്കെ തടയാനുള്ള ആത്മീയമായ മാന്ത്രികമായിട്ടുള്ള കഴിവ് ഈ ഒരു നിത്യകല്യാണി എന്ന ഈ ഒരു ചെടിയിൽ ഉണ്ടെന്നാണ് മാന്ത്രിക ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ളത്. നിത്യകല്യാണി ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വയലറ്റ്, വെള്ള കൂടാതെ മറ്റു നിറങ്ങളിലും നമുക്ക് ഈ ഒരു ചെടിയെ കാണാൻ സാധിക്കും. എന്നിരുന്നാലും ഏറിയ പങ്കും വയലറ്റ് നിറത്തിലും വെള്ള നിറത്തിലുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ വീടിന്റെ മുൻഭാഗത്ത് നട്ടു വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജിയും ദൃഷ്ടിദോഷവും ഒഴിവാക്കുക മാത്രമല്ല, നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി കടാക്ഷവും ലക്ഷ്മി വാസവും ഉണ്ടാവുകയും ചെയ്യും. വീടുകളിൽ ഇത് വളർത്തിയാൽ ആ വീടുകളിൽ ഉണ്ടാകുന്ന മനോവിഷമം, മനോദുഃഖം, കുടുംബ വഴക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ശത്രുതയും ഒഴിഞ്ഞു പോകും എന്നതാണ്. ഈ ചെടി വളർത്തുന്ന ഗ്രഹങ്ങളിൽ അസുഖങ്ങൾ പിടിപെടില്ല എന്ന ഒരു വിശ്വാസവുമുണ്ട്. ഈ ചെടിയുടെ വേരിനും സവിശേഷമായിട്ടുള്ള കഴിവുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഉറക്കക്കുറവുള്ളവർക്കും ടെൻഷൻ അധികരിക്കുന്നവർക്കും ഈ ഒരു വേര് തലയണയുടെ അടിഭാഗത്ത് വെച്ച് കിടന്നു കഴിഞ്ഞാൽ ടെൻഷൻ അകലുകയും ഉറക്കം ശുഭകരമാവുകയും ചെയ്യും. സാധാരണമായിട്ട് ചാരത്തിന്റെ അംശമുള്ള ചുടുകാടുകളിലെ ഈ ഒരു പൂവ് ധാരാളമായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐശ്വര്യം കെട്ട വളരെ മോശപ്പെട്ട ഒരു പൂവാണ് ഇതെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും ശരിയല്ല. ആത്മീയപരമായ സവിശേഷതകൾ മാത്രമല്ല നിത്യകല്യാണി എന്ന ഈ ഒരു പുഷ്പത്തിനുള്ളത്, മറിച്ച് ഔഷധപരമായ വളരെയധികം ഗുണങ്ങളും ഈ ഒരു നിത്യകല്യാണി പൂവിനുണ്ട്. അർബുദ രോഗത്തിന് പ്രതിമരുന്നായി ഉപയോഗിക്കുന്ന വിൻക ആക്കലോയിഡ് എന്ന കെമിക്കൽ വേർതിരിച്ചുണ്ടാക്കുന്നത് നമ്മുടെ നിത്യകല്യാണി എന്ന ചെടിയിൽ നിന്നാണ്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള മെഡിസിനും ഈ ഒരു ചെടിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
അമിത രക്തസ്രാവവും അതുപോലെ തന്നെ പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും പ്രതിമരുന്നായിട്ട് ഈ ഒരു ഔഷധ ചെടി ഉപയോഗിക്കുന്നുമുണ്ട്. ഇനി നമ്മുടെ ഒരു ആഗ്രഹം, ഒരുപാട് കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് അതിന് ഈ നിത്യകല്യാണി ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദിവസവും ഇതിന്റെ പൂ പറിച്ച് നമുക്ക് വണ്ടിയുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ ഏതെങ്കിലും ഭാഗത്ത് സൂക്ഷിക്കുകയോ പേഴ്സില് ഒരു ഇലയിലോ അല്ലെങ്കിൽ പേപ്പറിലോ പൊതിഞ്ഞ് ദിനവും നമ്മൾ കൊണ്ടു നടക്കുകയോ അല്ലെങ്കിൽ ചെറിയ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ പോക്കറ്റിൽ നിക്ഷേപിച്ചു കൊണ്ട് നടക്കുകയോ ചെയ്യുന്നത് ഏറെ ശുഭകരമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഈ ഒരു പൂവ് നമുക്കൊപ്പം സൂക്ഷിക്കുക എന്നാണ് പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. മാത്രവുമല്ല, സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പേഴ്സില് അതുപോലെ തന്നെ നമ്മുടെ ലോക്കറില് ഇവിടങ്ങളിലൊക്കെയും ഇതിന്റെ പൂവ് ദിനവും നമ്മൾ പറിച്ച് സൂക്ഷിക്കുക. അത് വെള്ളയോ വയലറ്റോ ഏത് നിറത്തിലുള്ളതുമായിക്കൊള്ളട്ടെ, നിറത്തിന് വലിയ പ്രാധാന്യമില്ല. പക്ഷെ നിത്യകല്യാണി എന്ന ചെടിയുടെ പുഷ്പം തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പല ക്ഷേത്രങ്ങളിലും അർച്ചനയൊക്കെ കഴിച്ചു കിട്ടുന്നതിൽ ഈ ഒരു പൂവ് ഉണ്ടാകാറുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു പൂവും നമുക്ക് ഈ രീതിയിൽ വാഹനത്തിലോ പേഴ്സിലോ സൂക്ഷിക്കാവുന്നതാണ്. വശ്യശക്തി അധികമുള്ള നിത്യകല്യാണിയുടെ പൂവ് വശ്യപ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ പോകുന്ന കാര്യങ്ങൾ തടസ്സം കൂടാതെ നേടിക്കിട്ടുന്നതിന് നിത്യകല്യാണിയുടെ പൂവ് ഈ വിധത്തില് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ പേഴ്സിലോ പോക്കറ്റിലോ സൂക്ഷിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം തടസ്സമൊന്നുമില്ലാതെ, തടസ്സങ്ങളൊക്കെ നീങ്ങി ആ ഒരു കാര്യം വളരെ മംഗളകരമായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് നേടിക്കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ഈ രീതിയിൽ നിത്യകല്യാണിക്കുള്ള ഒരു ആത്മീയ മാന്ത്രിക കഴിവിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തില് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെയും തന്നെ പരിഹരിച്ചു കിട്ടും എന്നാണ് ഈ ഒരു വിശ്വാസത്തില് പറയപ്പെടുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള പുഷ്പങ്ങൾ സമ്മാനിക്കുന്ന ഈ ഒരു നിത്യകല്യാണിയുടെ ചെടി നിങ്ങളുടെ ഗൃഹത്തിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് നട്ടുപിടിപ്പിക്കുക, അതിനെ പരിപാലിക്കുക. ക്രമേണ നിങ്ങളുടെ ഗൃഹത്തിലേക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈ ഒരു ചെടി മൂലം തന്നെ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. വളരെയേറെ മനോദുഃഖം അനുഭവിക്കുന്നവരും സാമ്പത്തികമായിട്ട് വളരെയധികം അധപ്പതിച്ച് നിൽക്കുന്നവർക്കും നല്ല രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്ന ചെടി തന്നെയാണ് ഇത്. ഇത് നട്ടുവളർത്തിയാൽ ഉറപ്പായും നിങ്ങളുടെ ഗ്രഹത്തില് വളരെയധികം ഐശ്വര്യങ്ങൾ ഇതുമൂലം ഉണ്ടാകും, മറിച്ച് ഒരു ദോഷവും ഉണ്ടാവുകയുമില്ല. ഇനി അടുത്തതായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ചെമ്പരത്തിപ്പൂവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുവാൻ ഈ ഒരു ചെമ്പരത്തിപ്പൂവ് കൊണ്ട് എന്ത് വിദ്യയാണ് നമുക്ക് കാണിക്കുവാൻ സാധിക്കുക, അതേക്കുറിച്ച് നമുക്ക് പറയാം. ഒരുവിധം എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു പൂവാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. വളരെയധികം ഔഷധ ഗുണമുള്ള സസ്യവും പുഷ്പവുമാണ് ചെമ്പരത്തി. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന ചെമ്പരത്തി രക്തസംബന്ധമായിട്ടുള്ള സകല അസുഖങ്ങൾക്കും ഏറ്റവും വലിയ മരുന്നായിട്ട് ആയുർവേദം നിർദ്ദേശിക്കുന്നുണ്ട്. ശരീരത്തിന്റെ അമിതോഷ്ണം അതുപോലെ തന്നെ മുടിയുടെ വളർച്ച കുറയുക തുടങ്ങിയ കാര്യങ്ങളെ ത്വരിതപ്പെടുത്തി അവയ്ക്ക് വേണ്ടുന്ന മരുന്നായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒന്നാണ് ചെമ്പരത്തി. ഔഷധപരമായിട്ട് ഇതാണ് ചെമ്പരത്തിയുടെ ഗുണം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ആത്മീയപരമായിട്ടും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ചെമ്പരത്തി. സാധാരണ ചെമ്പരത്തി എന്ന് പറയുന്നത് ചുവന്ന നിറത്തിലുള്ള 5 ഇതളുകളുള്ള ചെമ്പരത്തിയാണ്. എന്നാൽ ഇന്ന് പല നിറത്തിലുള്ള പല തരത്തിലുള്ള ചെമ്പരത്തികളുണ്ട്. ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ചുവന്ന നിറത്തിലുള്ള 5 ഇതളുകളുള്ള ചെമ്പരത്തിയാണ്. ചുവപ്പ് എന്നത് വളരെയധികം വശ്യശക്തി പുറപ്പെടുവിക്കുന്ന ഒരു നിറമാണ്. അനേകം പേര് കൂടി നിൽക്കുന്ന ഒരു സദസ്സില് ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചവരെ ആയിരിക്കും വളരെ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കുക. ഇത്തരത്തില് ചുവപ്പിന് വളരെയേറെ ആകർഷണ ശക്തിയുണ്ട്. അതേപോലെ നമ്മുടെ ഗ്രഹത്തിലേക്ക് ഏൽക്കുന്ന സകലവിധമായ ദോഷങ്ങളെയും വശപ്പെടുത്തി ആ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സഹായിക്കുമെന്നാണ് മറ്റൊരു വിശ്വാസം. ഇനി നിങ്ങളുടെ വീട്ടില് ആർക്കെങ്കിലും ചൊവ്വാദോഷമോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ആ ഒരു ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാന് അതുപോലെ തന്നെ ആ ദോഷത്തിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ട് ചെമ്പരത്തി നട്ട് പരിപാലിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കാഠിന്യത്തെ കുറയ്ക്കാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നല്ല ഒരു ചെമ്പരത്തിയുടെ തൈ കൊണ്ടുവന്ന് നട്ടു വളർത്തി അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ്.
നിത്യകല്യാണി ചെടിയെ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രഹത്തിന്റെ മുൻവശത്ത്, അതായത് നമ്മുടെ ഗ്രഹത്തിന്റെ പൂമുഖം ഏത് ദിശയിലേക്കാണോ ആ ഒരു ഭാഗത്ത് തന്നെ ചെമ്പരത്തിയും നട്ട് പരിപാലിക്കുക. നമ്മുടെ വീട്ടിലേക്കും വീട്ടിലെ അംഗങ്ങളിലേക്കുമുള്ള മറ്റുള്ളവരുടെ കൺദൃഷ്ടിയെ തടയാൻ ചെമ്പരത്തിക്ക് അദ്ഭുതമായിട്ടുള്ള കഴിവുണ്ട്. ചൊവ്വയുടെ നാഥൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അതുപോലെ ചൊവ്വാദിനങ്ങൾ ഭദ്രകാളിക്കും ഏറെ പ്രിയങ്കരമാണ്. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ ഭജനം നടത്തുമ്പോഴും അല്ലെങ്കിൽ ഭദ്രകാളിക്കും ദിനവും ഓരോ ചെമ്പരത്തിപ്പൂ സമർപ്പിച്ച് നമ്മുടെ ആ ഒരു ആഗ്രഹം പറയുകയാണ് എന്നുണ്ടെങ്കിൽ 21 ദിവസം നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ളിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകും. ദീർഘകാലം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാരംഭം എന്ന നിലയിൽ നമുക്ക് പോസിറ്റീവായ മാറ്റത്തെ അറിയുവാൻ സാധിക്കും എന്നുള്ളതാണ്. സുബ്രഹ്മണ്യ സ്വാമി, വിനായകൻ, ഭദ്രകാളി എന്നിവർക്ക് ചെമ്പരത്തിപ്പൂവ് കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിലൂടെ നമുക്ക് വളരെ വലിയ അളവിൽ ഈശ്വരാധീനം ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നേടിയെടുക്കാനായിട്ട്, ആ ഒരു ആഗ്രഹം നിറവേറ്റുന്നതിനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ചെമ്പരത്തി ചെടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ചുവട്ടില് നിത്യവും ജലം അർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ദാഹനീര് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും എന്നുള്ളതാണ്. ഒരു ചെമ്പരത്തി ചെടിയെ നിങ്ങൾ നട്ട് പരിപാലിക്കുമ്പോൾ സുബ്രഹ്മണ്യൻ, ഗണപതി, ഭദ്രകാളി തുടങ്ങിയ ദേവതകളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ ആ വീടിനും ഉണ്ടാകും. ആ വീട്ടിലുള്ള എല്ലാവർക്കും ലഭിക്കും എന്നുള്ളതാണ്. നിത്യവും ഈ പറഞ്ഞ രീതിയിൽ ചെമ്പരത്തി ചെടിയെ പരിപാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിന് ഈ പറഞ്ഞ ദേവതകളുടെ ഒരു അനുഗ്രഹം ഉണ്ടാകും. അതുവഴി ആ ഒരു ആഗ്രഹം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്തത് അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.